ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കിഴങ്ങും കടലയും കൂടെ ചേർത്ത ഒരു അടിപൊളി കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ കുക്കറിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലയും കിഴങ്ങും കൊണ്ട് ചേർത്ത് ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അതിനായി നമുക്കൊരു കുക്കർ അടുപ്പത്തിൽ വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് ഒരു 2 വത്തലമുളക് നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഞുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വത്തലമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് ബേ ലീവ്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി ആഡ് ചെയ്യാം. കായപ്പൊടി ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ കറിക്ക് കേട്ടോ. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് നീളത്തിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് ആ ഒരു സവോളയുടെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ്, അത് ജസ്റ്റ് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി കേട്ടോ. ആ ഒരു പരുവും ഈ നോക്കിക്കോളൂ, ഈ ഒരു പരുവ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ചതച്ചത് ആണ് ഞാൻ അതും കൂടെ ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകാണ് ചതച്ചത്, അതും കൂടെ ആഡ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ആ ഒരു തക്കാളിക്കയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിക്ക് നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് കിച്ചൺ കിങ് മസാലയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് ആണെങ്കിലും ആഡ് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം എരിവനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്തുള്ളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ആ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ ഒരു 2 കപ്പ് കടല നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം കളഞ്ഞ് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കിഴങ്ങ് ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ പുഴുങ്ങിയ കിഴങ്ങുണ്ടെങ്കിൽ അത് വേണേലും ആഡ് ചെയ്യാം. ഞാനിവിടെ പുഴുങ്ങാത്ത കിഴങ്ങ് നന്നായിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് 2 മീഡിയം സൈസ് കിഴങ്ങാണ്, അത് നന്നായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ മസാലകളിൽ നന്നായിട്ടൊന്ന് കൂട്ടാവുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കോ അത് എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്തോളൂ. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഗ്രേവി നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 to 6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ കടലയുടെ വേവ് അനുസരിച്ച് ഒന്ന് വേവിച്ചെടുത്തോളൂ കേട്ടോ. ഒരു 6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുക്കർ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, കിഴങ്ങും കടലയും എല്ലാം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് കിഴങ്ങൊക്കെ ഉടച്ചെടുക്കണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു സ്പാച്ചിൽ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തോളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ആ ഒരു നോക്കിക്കോളൂ, കടലയുടെ വേവൊക്കെ കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേക ഒരു ഫ്ലേവറാണ്. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. മല്ലിയില ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് ഇതുപോലെ ബോയിൽ ആയതിനു ശേഷം ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്നെസ്സും ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കറി ഇവിടെ റെഡിയാണ്. സർവിങ് ബൗളിലോട്ട് നല്ല ചൂടായിട്ട് സർവ് ചെയ്യാം. ചപ്പാത്തി, ചോറും ഇഡ്ഡലി എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മുടെ കടലയും കിഴങ്ങും കൂടെ ചേർത്തുള്ള ഈ കറി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നതിൻ്റെ വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.